യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മൾക്ക് ഒത്തിരി കുറവ് പറയുവാൻ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, പല കാര്യങ്ങളും നമുക്ക് പറയാനുള്ളപ്പോഴും ഹല്ലേലൂയ നമുക്കൊന്ന് മാറുമ്പോഴും നമ്മുടെ അരികത്ത് നിന്നുകൊണ്ട് നമ്മെ ബലപ്പെടുത്തി, നമ്മെ ആശ്വസിപ്പിച്ച്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നാം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രത്തോടും സ്തുതിയോടും കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ ഈ പകൽക്കാലമായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയത്തിര നമ്മെ കരം പിടിച്ചിരിക്കുന്ന ദൈവം പ്രതിസന്ധിയുടെ നടുവിൽ കൈവിട്ടിട്ട് പോകുന്നൊരു ദൈവമല്ല. ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് നിന്നെ തോളിലേറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനത്രേ. ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. നീ തകർന്നു പോകുവാൻ, തളരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കത്തില്ല. ആമേ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ജീവിതത്തിലെ അർദ്ധരാത്രിയുടെ അനുഭവം പ്രാർത്ഥനയുടെ രാത്രിയാക്കി മാറ്റുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ നോക്കി കഴിയുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ നോക്കി നമുക്ക് പറയാൻ കാണും ചില അർദ്ധരാത്രികൾ. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോഴും ചില അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ നിന്നെ വളരെയധികം വേട്ടയാടുന്നുണ്ടായിരിക്കാം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ, അടുത്ത നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നുള്ള നിയമത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴും പ്രിയ ദൈവ പൈതലെ, ആ അർദ്ധരാത്രി നിരാശപ്പെട്ടും തളർന്നും നീ വേദനിച്ച് കളയാതെ, ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് നീ മാറ്റിവെക്കാതെ അതിനെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറ്റുവാൻ തയ്യാറാക്കുക. അസാധാരണമായ വിടുതലുകൾ നടക്കുവാനായിട്ട് ഇടയത്തീര. പെട്ടെന്നുള്ള ചില വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഇന്നത്തെ നിന്റെ ജീവിതത്തിൽ അർദ്ധരാത്രി എന്ന് പറയുന്നത് നിന്റെ വിടുതന്റെ രാത്രികാലം അത്രേ. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെക്ക്, ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക്. ഹല്ലേലൂയ. പെട്ടെന്നുള്ള ചില വിടുതലുകൾ ഹല്ലേലൂയ ലോകം നിന്റെ മുമ്പാകെ വരുമെന്ന് പറഞ്ഞു കിടന്ന വിഷയത്തിനകത്ത് നിന്നെ കൊണ്ട് ആ ഒരു സാഹചര്യം കൊണ്ട്, ആ അർദ്ധരാത്രി കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുമെന്ന് ലോകം വിധി എഴുതിയിരിക്കുമ്പോൾ ആ നിയമഭേദങ്ങളെ മാറ്റിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം നിന്റെ നിരാശകളെ മാറ്റിയിട്ട്, നിന്റെ ഭാരങ്ങളെ മാറ്റിവെച്ചിട്ട്, നിന്റെ ജീവിതത്തിലെ ആകുലതകൾ മാറ്റിവെച്ചിട്ട് നിന്റെ അർദ്ധരാത്രി പ്രാർത്ഥിച്ച് തുടങ്ങുക. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 25-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആമേ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു അർദ്ധരാത്രിയുടെ അനുഭവം. അവരെന്ത് ചെയ്യുന്നു? കാരാഗൃഹത്തിൽ പിടിച്ചിട്ടിരിക്കുക, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവർ കിടക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവർക്കൊന്നറിയാം, ആ കാരാഗൃഹത്തിനകത്തും അതിനെ ആരാധന സ്ഥലമാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ള ഒന്ന്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നാം ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലാകട്ടെ, അവിടെ നമുക്ക് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സ്ഥലമാക്കി മാറ്റുവാൻ കഴിയുന്നുവെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചില അർദ്ധരാത്രികൾ നമ്മൾ തകർന്നു പോകുവാനല്ല, മറിച്ച് ചിലതിന്റെയൊക്കെ വിടുതലിന് വേണ്ടിയാ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അനുഭവങ്ങൾ കാണുന്നു. അവർ വിടുവിക്കപ്പെടുന്നു. അത് മാത്രമല്ല, തടവുകാരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. മൂന്നാമത് നടക്കുന്ന ഒരു കാര്യമുണ്ട്. കാരാഗൃഹ പ്രമാണിയും കുടുംബവും കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയത്തുന്നു. അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ചില അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ കടന്നു വന്നത്, ചിലപ്പോൾ അത് രോഗത്തിന്റെ അനുഭവമായിരിക്കാം, ചിലപ്പോൾ തകർച്ചയുടെ അനുഭവമായിരിക്കാം, ചിലപ്പോൾ ചില പ്രതിസന്ധിയുടെ അനുഭവമായിരിക്കാം. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ അർദ്ധരാത്രിയുടെ നിമിഷത്തെ ഹല്ലേലൂയ നീ പാഴാക്കി കളയാതെ സ്തോത്രം. ദൈവത്തോട് പാടുവാനും പ്രാർത്ഥിപ്പാനും സ്തുതിക്കുവാനും തയ്യാറാകാം.
ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അർദ്ധരാത്രികൾ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പൗലോസും ശീലാസും കാരാഗൃഹവാസം എന്ന സ്തോത്രം ആമത്തിലാക്കി പൂട്ടിയിട്ടിരിക്കുമ്പോൾ അപമാനത്തിന് വിധേയപ്പെട്ട് അവിടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി അവരുടെ പുറം ചാട്ടടി കൊണ്ട് മുറിവേറ്റുവെങ്കിലും ഈ കഷ്ടതയുടെ മധ്യത്തിൽ അവർ പ്രാർത്ഥിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ അവര് സുഖമായിരിക്കുമ്പോൾ അല്ല ദൈവത്തെ പാടി ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്ന അനുഭവം, കാരാഗ്രഹത്തിന്റെ അനുഭവം, ശരീരമൊക്കെയും എന്ത് ചെയ്യുന്നു? ചാട്ടയടി കൊണ്ട് മുറിവേറ്റിരിക്കുന്ന ഒരു അനുഭവം. ഈ ഒരു നമുക്ക് പറയാം, അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അർദ്ധരാത്രി പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ട് പറ്റുന്ന ഒന്നല്ല. പക്ഷേ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ചിലതിന് വില കൊടുക്കുവാൻ കഴിയണം. ഇവരുടെ ജീവിതത്തിനകത്ത് ഒരു സുഖത്തിന്റെ അനുഭവത്തിലല്ല അവിടെ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ പാടി സ്തുതിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ശരീരം മുഴുവനും ചാട്ടയടി കൊണ്ട് മുറിവേറ്റി കിടക്കുമ്പോഴും ആമത്തിലിട്ട് പൂട്ടിക്കിടക്കുമ്പോഴും ഒരു ദൈവഭക്തന്റെ ആരാധന ഉയരുന്നുണ്ട്. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, നിനക്ക് അനങ്ങാൻ പറ്റാത്ത ചില പ്രശ്നത്തിന്റെ നടുവിലായിരിക്കുമ്പോഴും മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ സൃഷ്ടാവിനെ പാടി സ്തുതിക്കുവാൻ, നിന്നെ രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ കർത്താവിനെ അറിയാത്തവർ ചിലർ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ കൂടെയുള്ളവർ ചിലർ വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു കാര്യം അവർ ചെയ്യുവാൻ തയ്യാറായപ്പോ, അവർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ, അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തയ്യാറായപ്പോ, കാരണം മറ്റൊരിടത്തും കാണാത്ത ഒരു അനുഭവം, ഒരു വേദനയുടെ അനുഭവത്തിൽ, ഒരു കഷ്ടതയുടെ അനുഭവത്തിൽ ആയിരിക്കുന്ന ജനം പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ, ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോ ചിലർ നിന്നെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ കാണുന്നു, ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുക ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവിടെ ഒരു കൂട്ടം പേർ ശ്രദ്ധിക്കുന്നവരുണ്ട്. ആ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അപ്പൊ അവിടെ ഉണ്ടാകുന്നത് ഇത് ചെന്ന് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസും ശീലാസും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ പാടി സ്തുതിക്കുന്നുണ്ട്. ഇതിനെ തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു ടൈമിൽ തന്നെ ഈ പ്രാർത്ഥിച്ചും ആരാധിച്ചും കഴിഞ്ഞിട്ട് ഒത്തിരി ടൈമിൽ ആ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഒരു വിടുതലാണ്. അവരെ ശ്രദ്ധിക്കുന്ന തടവുകാർ നിൽക്കുമ്പോ അവിടെ കാണുന്നു പെട്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ, ആരാധിച്ചു തുടങ്ങുമ്പോ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ കാണുമായിരിക്കാം ആ ഉടനെ തന്നെ ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് നടക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയൊക്കെ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ അർദ്ധരാത്രി പാഴാക്കി കളയരുതേ. സ്തോത്രം. നിരാശപ്പെടുത്തി കളയേണ്ടതല്ല ടൈം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരേണ്ട ടൈം അത്രേ. നിന്റെ ആരാധന വെളിപ്പെടേണ്ട ടൈം അത്രേ. നമുക്ക് സുഖത്തോടെ ഇരിക്കുമ്പോൾ ആരാധിക്കുവാൻ കഴിയാം, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ആരാധിക്കുവാൻ കഴിയും. പക്ഷേ കഷ്ടതയുടെ നടുവിൽ നിനക്ക് ആരാധിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, കഷ്ടതയുടെ മധ്യത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ അസാധാരണമായ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ സാധിക്കും. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ പൽക്കാലം? രക്തത്താൽ ജയമെടുത്തു പ്രാർത്ഥിക്കുന്ന സ്തോത്രം. അവിടെ കാണുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അവിടെ പെട്ടെന്ന് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം അങ്ങ് കുലുങ്ങി. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി ഞാനും നിങ്ങളെ തിരിച്ചറിയണം. ചിലതിനെ കുലുക്കും. ഹല്ലേലൂയ. എത്ര കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന അനുഭവമായിരുന്നാലും നിന്റെ കഷ്ടതയുടെ മധ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പവർ ഭയങ്കര വലുതാ. കാരണം ആ ഒരു അർദ്ധരാത്രി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതല്ല. പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവൻ ഹല്ലേലൂയ ഭയങ്കരമായ വിടുതലുകൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി
വാതിലൊക്കെയും തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങലകൾ, പൗലൂസിന്റെ ശീലാസിന്റെ ചങ്ങലകൾ മാത്രമല്ല അഴിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നീ ഒരാൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിന്റെ കൂടെയുള്ളവരും വിടുതൽ പ്രാപിക്കും. നിന്നെ ശ്രദ്ധിക്കുന്നവരുടെ മേലിലേക്കും നിന്റെ മേൽ വ്യാപരിച്ചതായ ശക്തി വ്യാപരിക്കും. അവരും വിടുതൽ പ്രാപിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം നീ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ അപ്രത്യക്ഷമായ സാഹചര്യങ്ങളിൽ കടന്നു വന്ന ചില അർദ്ധരാത്രികൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അറിഞ്ഞിട്ട് തന്നതാ. ചിലതിന്റെ വിടുതലിന് വേണ്ടി. സ്തോത്രം, ഹല്ലേലൂയ. ചിലതിനെ കൂടി കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. നീ ആരാധിക്കുന്ന ദൈവം കാരാഗ്രഹത്തെ കുലുക്കുവാൻ കഴിയുന്ന, ചങ്ങലകളെ അഴിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എത്രേ. അങ്ങനെ ഒത്തിരി അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി കാണുമായിരിക്കാം. നാം നിരാശപ്പെട്ടും ആകുലപ്പെട്ടും വെറുതെ കളഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം നീ അർദ്ധരാത്രിയുടെ അനുഭവമാണോ? ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്, ഒന്ന് ആരാധിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. ചിലരൊക്കെ ശ്രദ്ധിക്കും, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. ആ ശ്രദ്ധിക്കുന്നവർക്ക് കൂടെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, ഹല്ലേലൂയ, അവിടെ ചില വിടുതലുകൾ സംഭവിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് നീ അർദ്ധരാത്രിയുടെ അനുഭവത്തിലായിരിക്കും കടന്നു പോകുന്നത്. പ്രിയ ദൈവപൈതലേ, സ്തോത്രം. നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്, നീ ഒന്ന് ആരാധിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. നിന്റെ ഭവനം വിടുവിക്കപ്പെടും, നിന്റെ കുടുംബം വിടുവിക്കപ്പെടും, നിന്റെ തലമുറകൾ വിടുവിക്കപ്പെടുവാനായിട്ടിടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിനെ കുലുക്കി. അവിടെ കാണുവാൻ സാധിക്കുന്നു, വാതിലൊക്കെയും തുറന്നു പോയി. ഒരിക്കലും തുറക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ആ രാത്രിയിൽ ഒരിക്കലും തുറക്കാൻ പാടില്ലാത്ത ഒന്നാ. പക്ഷേ ആരാധിച്ച അപ്പോസ്തലന്റെ മുമ്പാകെ അത് തുറക്കപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലും ഇല്ല. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലും ഇല്ല. ഈ അത് വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ പറയുന്നുണ്ടായിരിക്കാം, ഈ അർദ്ധരാത്രി പ്രാർത്ഥിച്ചാലും ഇനി വലിയ വിടുതലൊന്നും നടക്കാനില്ല. ഡോക്ടർമാർ എല്ലാം എഴുതി വിട്ടു, ചില നിമിഷങ്ങൾ മാത്രമേ ഇനി പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്ന ചില പ്രശ്നങ്ങൾ ഈ രാത്രി കൊണ്ട് തീരേണ്ടതാ, അതിനി മുന്നോട്ടില്ല എന്ന് നീ പറയുമ്പോഴും ദൈവപൈതൽ നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? സ്തോത്രം. നിന്റെ ഭവനം വിടുവിക്കപ്പെടും. ചിലതൊക്കെ കുലുക്കും ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പവർ അത്രയാ പ്രിയ ദൈവമക്കളെ. സ്തോത്രം. പ്രത്യേകിച്ച് ഒരു കഷ്ടതയുടെ നടുവിൽ കടന്നുകൊണ്ട് ഒരു ദൈവഭക്തൻ പ്രാർത്ഥിച്ച, ഹല്ലേലൂയ, അവിടെ ചിലതൊക്കെ കുലുങ്ങും. അതുവരെ സംഭവിക്കാത്ത ചിലതൊക്കെ സംഭവിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അവിടെ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് കണ്ട് ഉറക്കമുണർന്ന് അവർ കണ്ടിട്ട് വാതിൽ തുറന്നു കിടക്കുന്നത് കാണുകയാ അവര്. സ്തോത്രം. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അവർ ചങ്ങലക്കാരൊക്കെ ഓടിപ്പോയി എന്ന് നിരൂപിച്ച് കളഞ്ഞിട്ട് അവർ വാളൂരി തന്നെത്താൻ കൊല്ലുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയതേ മക്കളെ, തന്നെ നശിപ്പിച്ച് കളയുവാൻ നോക്കിയ കാരാഗ്രഹ പ്രമാണി. പക്ഷെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യരുത്. നീ പ്രാർത്ഥിച്ചെന്നോ ആരാധിച്ചെന്നോ പറഞ്ഞുകൊണ്ട് ആർക്കും ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല, മറിച്ച് അവരുടെ വിടുതലിനെ കാരണമാക്കി തീർക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം, സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ, അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. അവിടെ അവർ ഈ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലൂസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. സ്തോത്രം. ഇവർക്ക് കാവൽക്കാരായിട്ട് നിന്നവരാ. പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇവരുടെ മുമ്പിൽ വിഴുകയാ. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് അല്പം വെളിച്ചം വേണം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ പകരപ്പെട്ട വെളിച്ചം
അത് എപ്പോഴാണ് മറ്റൊരാളിലേക്ക് പകരപ്പെടുന്നത് നമുക്ക് പറയാൻ കഴിയത്തില്ല. ചിലപ്പോൾ നീ സുഖത്തോടെ ഇരിക്കുന്ന ടൈമിലായിരിക്കാം, ചിലപ്പോൾ നിന്റെ വേദനയുടെ മൂർച്ഛന്യ അനുഭവത്തിലായിരിക്കാം, നിന്റെ പ്രാർത്ഥനയുടെ ഒരു ശബ്ദമായിരിക്കാം ചിലത് വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കുന്നത്. എന്റെ പ്രശ്നം തീർന്നിട്ട്, എന്റെ വേദന തീർന്നിട്ട്, എന്റെ പ്രതിസന്ധി മാറിയിട്ട് നീ ആരാധിക്കാമെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. നീ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് ചിന്തിക്കരുത്. ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു ടൈമിനെ നീ ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിലെ നിന്റെ മേൽ പകരപ്പെട്ട വെളിച്ചം, ഹല്ലേലൂയ, അതിനെ ചിലർ ചോദിക്കുവാനായിട്ടിടയായിത്തീരും. അവിടെ പകർച്ചകൾ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാരഗ്രഹ പ്രമാണി ചോദിച്ചൊരു കാര്യമുണ്ട്. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചു കൊണ്ടുവന്നു. പൗലൂസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില അർദ്ധരാത്രികൾ ചിലരോട് സുവിശേഷം പറയുവാനായിരിക്കാം, ചിലരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കാം, ചിലരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിരിക്കാം. ദൈവം ദോഷമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്നും കൊണ്ടുവരികയല്ല. ശത്രു ചിലപ്പോൾ ഈ കാരാഗ്രഹത്തിനകത്തുകൊണ്ട് ഒതുക്കി തീർക്കുവാനായിരിക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും, ചിലതിന്റെ വിടുതലിന് കാരണമാക്കി തീർക്കും. നിന്റെ മേൽ പകരപ്പെട്ടതിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടിടയായിത്തീരും. താൻ അനുഭവിച്ച ആ രക്ഷയുടെ സന്തോഷം. ഹല്ലേലൂയ. ദൈവജനത്തെ ഉപദ്രവിച്ച് നടന്ന പൗലൂസ് ദൈവത്തെ അറിയുവാനായിട്ടില്ല, ആ സ്നേഹത്തെ അറിയുവാനായിട്ടിടയായി തീർന്നു. അതേ അനുഭവം ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന അർദ്ധരാത്രിയുടെ പ്രാർത്ഥനകൾ ഇടയായി തീർന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ ചിലതിനെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാ, ചിലതിനോട് സുവിശേഷം പറയുവാനാ, ചില ആത്മഹത്യയിൽ നിൽക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാ. ജീസസ് തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങൾ കടക്കുവാനായിട്ട് ഇടയായി തീർണം. അടുത്ത നിമിഷം എന്തോ സംഭവിച്ചു കൊള്ളട്ടെ, പക്ഷെ ആ നിമിഷം നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന ലിമിറ്റഡ് പീരീഡ് ആയിരിക്കാം. ഈ ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെ പ്രാർത്ഥന നടക്കുന്നു, ആരാധന നടക്കുന്നു, കാരാഗൃഹത്തിനകത്തുള്ളവർ വിടുവിക്കപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത്, കാരാഗൃഹ പ്രമാണി വിടുവിക്കപ്പെടുന്നു ഒറ്റ രാത്രി കൊണ്ടാ അല്ലേ സംഭവിക്കുന്നത്. പ്രിയതമക്കൾ, ഒത്തിരി ടൈം ഒന്നും വേണ്ട. നിന്നെ ഒന്ന് തെളിയിക്കുവാൻ, നിന്നിലുള്ള പ്രകാശം ഇരുളിക്കിടക്കുന്നവർക്ക് കൊടുക്കുവാൻ. നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ ചില ഹോസ്പിറ്റലിലേക്ക് നിനക്ക് കടന്നു പോകേണ്ടി വരുന്നത്. അവിടെ നിനക്ക് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ കഴിയുന്നുവെങ്കിൽ, അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ചിലരൊക്കെ നിന്നെ ശ്രദ്ധിക്കും. കേട്ടാ, ആ ശ്രദ്ധിക്കുന്നവർ ചില വിടുതൽ കണ്ടിട്ട് ചോദിക്കും, ഞാൻ എന്താ ഇത് അനുഭവിക്കും? ഈ കഷ്ടതയുടെ മധ്യത്തില് നീ എങ്ങനെ ആരാധിക്കുന്നത്? നീ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടല്ലോ, ഇത് അനുഭവിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് ചിലർ വരുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയദൈവമക്കളെ, അർദ്ധരാത്രി വെറുതെ ദൈവം തരത്തില്ല. ചിലതൊക്കെ ദൈവം പ്രതീക്ഷിച്ചിട്ടാ ദൈവം നമ്മുടെ ജീവിതത്തെ അർദ്ധരാത്രി തരുന്നത്. അതിന് നീ മാക്സിമം ഉപയോഗിക്കുവാൻ തയ്യാറാക്കാം. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെ മറ്റൊന്നുമില്ല. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കർത്താവിൽ വിശ്വസിക്കുക. ഒരു മനുഷ്യന് ചോദിക്കുവാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവർ കാരാഗ്രഹ പ്രമാണി ചോദിക്കും, നിങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഇത് രക്ഷ പ്രാപിക്കുവാൻ കഴിയാതെ അനേക പേർ നമ്മുടെ ചുറ്റുമായിരിക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, നിന്നിൽ കത്തിച്ച പ്രകാശമുണ്ടല്ലോ, ആ രാത്രികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നീ അതിനെ മാക്സിമം ഉപയോഗിക്കുവാൻ തയ്യാറാക്കുക. രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടുവാനായിട്ടിടയിൽ നമുക്ക് ചിലപ്പോൾ അവർക്കൊന്നും മറ്റൊന്നും കൊടുക്കാൻ കഴിയത്തില്ലായിരിക്കാം. നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. നമ്മുടെ അർദ്ധരാത്രികൾ ചിലതിന്റെ വിടുതല. ഹല്ലേലൂയ. നമ്മുടെ അർദ്ധരാത്രികൾ വളരെയധികം പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ ചിലതിന്റെ വിടുതലുകളാ. സ്തോത്രം. ഹല്ലേലൂയ. ആ വിടുതൽ കണ്ടിട്ടാ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അർദ്ധരാത്രിക. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രതികരണം കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക.
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിനക്ക് പറയുവാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിന്റെ അർദ്ധരാത്രിയുടെ ടൈമാ. സ്തോത്രം. ഹല്ലേലൂയ. പാഴാക്കി കളയരുതേ. സുഖത്തോടെ ഇരിക്കുമ്പോൾ ചിലരോട് കർത്താവിനെ കുറിച്ച് പറയാമെന്ന് ചിന്തിക്കരുതേ. നിനക്ക് അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടുന്ന ഒരു സമയം കാണുമായിരിക്കാം. അത് ചിലപ്പോൾ ഹോസ്പിറ്റലിനകത്ത് വച്ചായിരിക്കാം, ചിലപ്പോൾ നിന്റെ ട്രാവലിംഗിന്റെ ഇടയിലായിരിക്കാം. സ്തോത്രം. നീ ഒരു ദൈവ പൈതലാണെന്ന് ചിലർ തെളിഞ്ഞു കഴിഞ്ഞ, ചിലർക്ക് മനസ്സിലാക്കി കഴിഞ്ഞ, സ്തോത്രം, അവർ ചോദിക്കും, ഈ വെളിച്ചം, ഹല്ലേലൂയ, നിന്നെ പ്രകാശിച്ച വെളിച്ചം രക്ഷ എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് അവിടെ നിനക്ക് കർത്താവിനെ പകർന്നു കൊടുക്കുവാൻ കഴിയും. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗം എന്റെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്ന് മാത്രമേ. നീ ഏത് ഔദ്യോഗിക തലത്തിൽ നിന്നാലും ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ നിന്നോട് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, രക്ഷ പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, ആ കർത്താവിൽ നിന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകാമോ? രക്ഷ കടന്നു വരുന്ന കർത്താവിൽ നിന്ന് മാത്രമാണ് നിന്നെ, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയുന്നത്. ആ യേശു കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. ഒരു നിയമത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നീ ആയിരിക്കുന്ന സാഹചര്യത്തിനോ നിന്റെ ജീവിതത്തിലുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൊണ്ടോ നിന്നെ വിടുവിക്കാൻ, നിനക്ക് വിടുതലിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ നിനക്ക് വിടുതൽ തരുവാൻ കഴിയുന്ന ഒരു നസ്രയനായ യേശു കർത്താവുണ്ട്. ആ കർത്താവ് ഈ പകൽക്കാലം നീ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. നീ ഇരുളിക്കിടന്ന് തപ്പിത്തടയുന്ന അനുഭവത്തിലാണോ? നിനക്ക് വെളിച്ചം തരുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവ് എന്ന് പറഞ്ഞുവെങ്കിൽ ആ വെളിച്ചം നിന്നിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് രക്ഷ സൗജന്യമായിരിക്കുമ്പോ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ഇരുളി തപ്പിത്തടയുന്ന വ്യക്തിയാണോ? പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. കർത്താവ് നിന്നെ തൊട്ടുണർത്തുകയാ. നിന്റെ വിടുതന്റെ പകൽക്കാലം അത്രേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഈ ശബ്ദം കർത്താവ് നിന്നെ കേൾപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കൂടി എന്റെ യേശു കർത്താവ് കാൽവരി ക്രൂശ് അവസാനത്തുള്ള രക്തം വരെയും ചിന്തി തന്നത്. സ്തോത്രം. അതിന് മറുവിലേ എന്ന് പറയുവാൻ ഒന്നിനെയും നമുക്ക് സമതുല്യം പറയുവാൻ കഴിയത്തില്ല. അതിന് തുല്യം ചൊല്ലുവാൻ ഒന്നുമില്ല. കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, ഈ ലോകത്തിലെ സ്നേഹങ്ങളൊക്കെയും ഹല്ലേലൂയ വെറും മായയായി തീരുമ്പോ, കളങ്കമുള്ളതായി തീരുമ്പോ, കളങ്കമില്ലാത്ത നിത്യസ്നേഹം കൊണ്ടത്തെ കർത്താവ് നിന്നെ സ്നേഹിച്ചത്. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരാഗൃഹ പ്രമാണിയുടെ ചോദ്യത്തിന് മുമ്പേ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, നീ കർത്താവെ വിശ്വസിക്കേ. നിന്റെ പാപത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന കർത്താവെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഈ കൽപ്പൽക്കാലം, സ്തോത്രം, നിന്റെ പാപത്തിന് വേണ്ടിയ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ രക്ഷ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതുവരെ നീ അനുഭവിക്കാത്ത ദൈവിക സമാധാനം നിന്റെ മേൽ അനുഭവിക്കാനിടയായിത്തീരും. നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. പ്രിയ ദൈവ ഇതിലെ സ്തോത്രം. വേറെ എവിടെ പോയാലും നിനക്ക് ഓടി ഒളിക്കാൻ കഴിയത്തില്ല. വേറെ എവിടെ പോയാലും നിനക്ക് ആ ദൈവീയ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. പക്ഷേ കർത്താവിനെ നീ വിശ്വസിച്ച് തുടങ്ങ്. നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും. നിനക്ക് ആനന്ദിക്കുവാനായിട്ടിടയത്തില്ല. അവിടെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അവർ കർത്താവിൽ വിശ്വസിച്ച് തുടങ്ങിയപ്പോ അവർ ദൈവത്തിൽ വിശ്വസിച്ചത് വീടടക്കം ആനന്ദിച്ചു. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് ആനന്ദിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കർത്താവിനെ ഒന്ന് വിശ്വസിക്കാമോ? നിന്റെ വീട്ടിനടക്കം, നിന്റെ വീട്ടിലുള്ളവർ അടക്കം നിനക്ക് കർത്താവിൽ ആനന്ദിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവരോടും അവന്റെ വീട്ടിലുള്ളവരോട് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ചില അനുഭവങ്ങൾ, ചില അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലകത്ത് കടന്നു വരുന്നത് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനായിരിക്കാം. മറ്റുള്ളവരുടെ രക്ഷ എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം. മറ്റുള്ളവരോട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ചിലപ്പോൾ ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് അവിടെ കൊണ്ട് തീർക്കുന്നതിന് വേണ്ടിയായിരിക്കാം. പക്ഷേ
അതിനെ ചിലരുടെ വിടുതലിന് കാരണമാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്ക് കിട്ടുന്ന ടൈമുകൾ മാക്സിമം ഉപയോഗിക്കുവാൻ തയ്യാറായ, ചിലതിന്റെ വിടുതൽ കണ്ട് സന്തോഷിക്കുവാൻ, ചില ഭവനങ്ങളുടെ അകത്ത് വെളിച്ചം വീശുന്നത് കാണുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവമേ, ലോകം എന്തോ പറഞ്ഞുകൊള്ളട്ടെ, നിന്നിലുള്ള പ്രകാശം ഈ 2025 ലോകം കാണാൻ പോകിയ. സ്തോത്രം. അതിനകത്ത് ചിലപ്പോൾ അർദ്ധരാത്രി കടന്നു വരാം. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട, നീ പ്രാർത്ഥിച്ച് തുടങ്ങ. സ്തോത്രം. അസാധാരണമായ വിടുതലുകൾ അവിടെ കാണുന്നു. പിന്നെ അവൻ കർത്താവിന്റെ വചനം അവരുടെ വീട്ടിലുള്ളവരോട് പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയെ തന്നെ, ഞാൻ പറഞ്ഞില്ല, ആ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ രാത്രി അവർക്ക് വെറുതെ ഉറങ്ങി തീർക്കാം. പക്ഷേ ഭക്തന്മാർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ നടക്കുന്ന വിടുതന്റെ ഒരു ലിസ്റ്റാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. പാഴാക്കി കളയരുതേ, വ്രതവാക്കി കളയരുതേ. സ്തോത്രം. കിട്ടുന്ന സാഹചര്യങ്ങൾ, സ്തോത്രം, പിന്നെ നമുക്കൊരവസരം ലഭിക്കണമെന്നില്ല. നീ എവിടെയായിരിക്കുന്നു, ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ അതൊരു വിഷയമല്ല. നീ ദൈവ പൈതലാണെന്ന് ചിലർക്ക് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ നിന്നുള്ള വെളിച്ചം ചിലർ ചോദിക്കും. ലോകം നിന്നെ കാണട്ടെ. സ്തോത്രം. ലോകം നിന്നെ മേൽ പ്രകാശിച്ച പ്രകാശം കാണട്ടെ. ഇരുളി തപ്പി തടയുന്നവർ ആ വെളിച്ചത്തിലേക്ക് കടന്നു വരട്ടെ. ആനന്ദിക്കുവാൻ കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ കിടക്കുന്നവർ നിന്നെ കൂടി ആനന്ദിച്ചു തുടങ്ങട്ടെ. സ്തോത്രം. അവിടെ കാണുന്നവർ രാത്രി തന്നെ അവർ ചെയ്തു മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനപ്പെട്ടു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന അർദ്ധരാത്രിയാ മറ്റൊരു വീട്ടിന്റെ അകത്തുള്ള ആനന്ദത്തിന് കാരണമാക്കി തീർത്തത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, നിന്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, പെട്ടെന്ന് കടന്നു വന്ന ചില യാത്രയുടെ അനുഭവങ്ങൾ, ഇതൊക്കെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഇത്, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഇത്. ചിലതിൻ്റെ വിടുതലിന് വേണ്ടിയാ, ചിലതിനെ കൂടി കർത്താവിലേക്ക് കൊണ്ടുവരുന്നനാ, ചിലർക്ക് വേണ്ടി കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനാ. ഇപ്പോൾ കാലം നിന്റെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയാണോ? പാഴാക്കി കളയാതെ, നിരാശപ്പെട്ടു പോകാതെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ടൈമാക്കി മാറ്റാമോ? വലിയ വിടുതലുകൾ സംഭവിക്കുവാനായിട്ടിടയത്തിരും, അസാധാരണമായിരിക്കുന്ന ചലനങ്ങൾ സംഭവിക്കുവാനായിട്ടിടയത്തിരും. നിന്നിലുള്ള വെളിച്ചം ലോകം കാണട്ടെ. നിന്നിലുള്ള വെളിച്ചം ഭവനത്തിലുള്ളവർ കാണട്ടെ. സ്തോത്രം. ചിലപ്പോൾ നീ ഭവനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ദൈവഭാഗത്തേക്ക് വന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ഭവനത്തിലുള്ള മറ്റുള്ളവർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളായിരിക്കാം നീ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്നത്. എല്ലാവരും നിന്റെ വീട്ടിലുള്ളവർ നിന്നെ പഴിക്കുന്നുണ്ടായിരിക്കാം. നീ കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ ഒറ്റ കാര്യം, നീ പ്രാർത്ഥിക്കാമോ? നിന്റെ റൂമിലടച്ചിരുന്ന് നീ അവരോടൊപ്പം നിരാശപ്പെട്ട് ചെന്നിരിക്കാതെ, അവരുടെ വാക്കുകൾക്ക് നീ പ്രാധാന്യം കൊടുക്കാതെ, നീ കർത്താവിന്റെ അടുക്കൽ ചെന്നിരുന്നോണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? നിന്റെ വീട്ടിലുള്ളവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയത്തിരും. സ്തോത്രം. പ്രിയതേ മക്കളെ, നിന്റെ ഏകാന്തതകളും നിന്റെ ഒറ്റപ്പെടലുകളും കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളും അർദ്ധരാത്രിയുടെ അനുഭവങ്ങളൊക്കെയും ഹല്ലേലൂയ മാക്സിമം നാം അറിഞ്ഞ സത്യത്തിന് വേണ്ടി വില കൊടുക്കുവാനായിട്ട് നിൽക്കണം. സ്തോത്രം. അവിടെയാ ദൈവം നമ്മുടെ മേൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നീ പകൽക്കാലം നീ ശബ്ദം കേൾക്കുമ്പോ നീ ഒറ്റയ്ക്ക് രക്ഷയുടെ അനുഭവത്തിൽ വന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ഭവനത്തിനകത്ത് നീ ഒരു കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത് പോലെ ആയിരിക്കുന്നുണ്ടായിരിക്കാം. നിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കാണത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിനക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാൻ കഴിയുമോ? നിനക്ക് ആരാധിച്ച് തുടങ്ങുവാൻ കഴിയുമോ? ചിലരൊക്കെ ശ്രദ്ധിച്ചിരിക്കാം, പക്ഷേ നിന്റെ വീടിനകത്തെ അടിമത്തത്തിന്റെ അന്ധകാരത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ഓ റാബാസിഖാലവ, നീ വില കൊടുക്കുവാൻ തയ്യാറായ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ,
അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോ, അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായപ്പോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഹല്ലേലൂയ നിന്റെ ഭവനത്തെ പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞ് ഭവനത്തെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ചിലതിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാനിടയായി തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കും, തടവുകാരെല്ലാം ഇവിടെ ചങ്ങലകൾ അഴിഞ്ഞു. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിന്റെ കൂടെയുള്ളവരുടെ എല്ലാവരുടെ ചങ്ങലകൾ അഴിയും. ഹല്ലേലൂയ. മറ്റൊന്നും ചെയ്താൽ അതങ്ങനെ സംഭവിക്കില്ല. പക്ഷേ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ, നീ അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ, നിന്റെ ജീവിതത്തിൽ ഏകാന്തതയുടെ അനുഭവങ്ങൾ, നിന്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഹല്ലേലൂയ നീ പ്രാർത്ഥനയുടെ സമയമാക്കി നിരന്തരം മാറ്റിക്കഴിഞ്ഞ മറ്റുള്ളവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുവാനായിട്ടിടയായിത്തീരും. അവിടെ കൊണ്ട് തീരുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചിലതിലേക്ക് വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരും. ചിലരിലേക്ക് അത് വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഞാൻ പറയട്ടെ, അർദ്ധരാത്രി വെറുതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയല്ല. നിന്റെ അർദ്ധരാത്രി ചിലതിൻ്റെയൊക്കെ വിടുതലിന് വേണ്ടിയാ, ചിലതിൻ്റെയൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോ ആ കാരാഗ്രഹത്തിന്റെ ക്ലൈമറ്റ് തന്നെ അങ്ങ് ചേഞ്ച് ആക്കിയ. സ്തോത്രം. കാരണം ദൈവഭക്തൻ ആരാധിച്ചപ്പോ ആ ഇരുളുകൾ അങ്ങോട്ട് മാറാൻ തുടങ്ങി. സ്തോത്രം. അവിടെ വലിയ വെളിച്ചങ്ങൾ അവിടെ അവർക്ക് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതി. അതാണ് അവർ ചോദിച്ചത്, വെളിച്ചം ചോദിച്ചു. അപ്പൊ അവർ ഇരുളിക്കിടന്ന് തപ്പിത്തടയ്യ. ഇന്ന് നമ്മുടെ ചുറ്റുപാട് ഒത്തിരി പേരെ വെളിച്ചം കാണാതെ തപ്പിത്തടയുന്നില്ലേ? നിന്നിൽ പ്രകാശിച്ച വെളിച്ചം മൂടി വയ്ക്കപ്പെടേണ്ടതല്ല. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ പ്രകാശം ലോകം കാണട്ടെ. അതിനൊരു ലിമിറ്റേഷൻ വയ്ക്കരുതേ. നീ ലിമിറ്റേഷൻ വയ്ക്കാതെ നീ അറിഞ്ഞ രക്ഷയുടെ അനുഭവം, നീ ഏത് അനുഭവത്തിലാകട്ടെ, കാരാഗ്രഹത്തിലാകട്ടെ, ആ സ്തോത്രം ജയിലറയിലായിക്കൊള്ളട്ടെ, ഭയാനകമായ പ്രശ്നങ്ങളുടെ നടുവിലായിക്കൊള്ളട്ടെ, നീ ആയിരിക്കുമ്പോഴും നിന്റെ പ്രാർത്ഥന മുടക്കരുതേ, നിന്റെ ആരാധന മുടക്കാതെ നീ അത് ചെയ്യുവാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവപൈതലേ, ചിലർ വെളിച്ചങ്ങൾ കാണും. ഹല്ലേലൂയ. അപ്രത്യക്ഷമായ സമയത്ത് നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില രോഗങ്ങളായിരിക്കാം, ചില തകർച്ചകളായിരിക്കാം. സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാം നീ. പക്ഷെ ഇതിനൊന്നും നിന്റെ ആരാധനയ്ക്ക് മുടക്കം വരാൻ അനുവദിച്ചു കൊടുക്കരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് പരിമിതി ഇടാനായിട്ട് അനുവദിച്ചു കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ അവിടെയാ വലിയ വിടുതലുകൾ സംഭവിക്കുന്നത്. അർദ്ധരാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ആ ഒരു ടൈമിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പാകെ ചങ്ങലകൾ അഴിയും. സ്തോത്രം. ഒരു നിയമത്തിനും പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോ നിയമത്തിന്റെ ചങ്ങലകളെ അഴിക്കുന്ന ഒന്നത്രേ നിന്റെ അർദ്ധരാത്രിയുടെ പ്രാർത്ഥനകൾ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിനക്കെതിരെ ചിലപ്പോൾ നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ജോലി മേഖലയിലായിരിക്കാം, ചിലപ്പോൾ നിന്റെ കുടുംബത്തിനകത്തായിരിക്കാം. നിനക്ക് ചലിക്കാൻ പറ്റാത്ത ചില നിയമക്കുടുക്കുകൾ നിനക്കെതിരെ എഴുതി വച്ചിട്ടുണ്ടായിരിക്കാം. നിന്റെ ചുറ്റുപാടുകളിൽ നിന്നായിരിക്കാം, നിന്റെ സമൂഹത്തിൽ നിന്നായിരിക്കാം. പക്ഷേ പ്രിയ ദൈവമക്കളെ, അതൊക്കെ പൊട്ടിപ്പോകണമോ? അതൊക്കെ അഴിഞ്ഞു പോകണമോ? ചിലപ്പോൾ പാരമ്പര്യത്തിന്റെ അനുഭവങ്ങളായിരിക്കാം നിന്നെ പിൻപറ്റി കടന്നു വരുന്നത്. പക്ഷെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയട്ടെ, ആ നിയമത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനായിട്ടിടയെത്തിരും. ആ നിയമത്തിന്റെ ചങ്ങലകൾ അഴിക്കുന്ന ഒന്നത്രേ അർദ്ധരാത്രിയുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ശക്തി. ഓ റാജല റാബ സിഖാലബ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
രക്തത്താൽ ജയമെടുക്കുന്നു. നീ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചില നിയമ കുടുക്കുകൾ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിന്റെ ഭവനത്തിനെതിരെയുള്ള ചില നിയമ കുടുക്കുകളെ ദൈവം തമ്മിൽ അഴിക്കും. ഹല്ലേലൂയ. അതിന്റെ അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. നീ എത്ര തന്നെ പുറത്തു വരുവാൻ ശ്രമിച്ചിട്ട് പുറത്തു വരുവാൻ കഴിയാതെ നിന്നെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പലതും നിന്നെ ഒതുക്കി വയ്ക്കുമ്പോ ഈ പകൽക്കാലം നീ ആരാധിക്കുവാൻ തയ്യാറാക്ക്. നിന്റെ ആരാധനമേ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോ നീ പോലും അറിയാതെ സ്തോത്ര ചിലതിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. പെട്ടെന്ന് അവിടെ ചിലത് സംഭവിച്ചത്. ഹല്ലേലൂയ. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ അഴിയപ്പെട്ടു. ഹല്ലേലൂയ. ചിലത് നീ അഴിഞ്ഞു വീഴുന്നത് കാണാൻ പോകുക. എത്ര തന്നെ നീ അഴിക്കാൻ നോക്കിയിട്ടും ചില കുടുക്കുകൾ, ചില കയറുകൾ, കെട്ടുകൾ നിനക്ക് അഴിക്കാൻ പറ്റാതിരിക്കുമ്പോ, ഈ പൽക്കലം നിന്റെ കുടുംബത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കണമോ, നിന്റെ കുടുംബത്തിന് വിടുതൽ പ്രാപിക്കണമോ, നിന്റെ ജീവിതത്തിനകത്തൊന്ന് പ്രാർത്ഥന ഉയരട്ടെ. നീ ഒന്ന് ആരാധിച്ച് തുടങ്ങ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അർദ്ധരാത്രി പാഴാക്കരുത്. അർദ്ധരാത്രി വിടുതൽ അയക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ അർദ്ധരാത്രി കൊണ്ട് നിന്റെ ജീവിതത്തെ തീർക്കുമെന്ന് ലോകം പറയുമ്പോ, അർദ്ധരാത്രി കൊണ്ട് ചിലതിന്റെ വിടുതൽ മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, അടുത്തൊരു ശുശ്രൂഷയുടെ ഘട്ടത്തിലേക്ക്, അടുത്തൊരു ചേഞ്ചിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ലോകം പറയാം അവിടെ കൊണ്ട് തീർന്നു, അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ലോകം പറയുമ്പോ, ചില അർദ്ധരാത്രികൾ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് നിന്റെ ജീവിതത്തിൽ ഇടുവാൻ നോക്കിയിരിക്കുമ്പോ, ഞാൻ പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നിന്നെ ചില ഫലമേൽപ്പിച്ചത് ചില അർദ്ധരാത്രി കൊണ്ട് തീർക്കുവാൻ വേണ്ടിയല്ല. നീ ചിലത് തിരിച്ചറിയണം. നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന അർദ്ധരാത്രി വരുന്നുണ്ടെങ്കിൽ, പ്രിയതേ മക്കളെ, നീ ഓർത്തുകൊള്ളാം. ആർക്കുമില്ലാത്ത ചില വെല്ലുവിളികൾ, ആർക്കുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ, ആർക്കുമില്ലാത്ത ചില പ്രതിസന്ധികൾ, ആർക്കുമില്ലാത്ത ചില തകർച്ചകൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, നീ പ്രാർത്ഥന നിരന്തരമായി എഴുന്നേൽക്കാൻ തയ്യാറാക. സ്തോത്രം. നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് മാറ്റം സംഭവിക്കും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിലെ അർദ്ധരാത്രിയുടെ അനുഭവം പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറട്ടെ. നിരാശയുടെ അനുഭവങ്ങൾ മാറ്റിയിട്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറട്ടെ. ഹല്ലേലൂയ. അവിടെയാ നീ പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ നടക്കാൻ പോകുന്നത്. നീ പോലും ചിന്തിക്കാത്ത വിടുതലുകൾ. അവിടെ കാരാഗൃഹത്തിൽ അവർ ആരാധിക്കുമ്പോൾ ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കാം ഞങ്ങൾ പുറത്തു വരുമെന്നോ, കുടുംബം വിടുവിക്കപ്പെടും. നീ പ്രതീക്ഷിക്കാത്ത ചിലതൊന്ന് അവിടെ വച്ചിട്ടാ നിന്റെ മേൽ ചില അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ തരുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ചിലരോട് സുവിശേഷം പറയുക, ചിലർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുക, ചിലരുടെ അടുക്കിലേക്ക് രക്ഷ എന്താന്ന് പറഞ്ഞു കൊടുക്കുക, ചിലരെ വിശ്വസിപ്പിക്കുവാൻ കർത്താവിലേക്ക്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ഓരോ ചോദ്യമാണല്ലോ അവിടെ ചോദിച്ചത്, ഞാൻ രക്ഷ പ്രാപിക്കുവാൻ. ആ മനുഷ്യർക്ക് മനസ്സിലായി ഇവര് രക്ഷ പ്രാപിച്ചത് കൊണ്ടാണ് ഇവരെ ദൈവത്തെ പ്രതിസന്ധിയുടെ നടുവിൽ ആരാധിച്ചത്. അപ്പോൾ എനിക്കും ഇതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഓ ജീസസ്. പ്രിയ ദൈവത്തിലെ ഇപ്പോൾ കാലം സ്തോത്രം ഞാൻ പറയട്ടെ, നിന്റെ അർദ്ധരാത്രി ഭയങ്കരമായി വിടുതലുകൾ ചലിക്കും. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിന്റെ ഭവനത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കും. അതുമാത്രമല്ല, അവിടെ കാരാഗൃഹ പ്രമാണി വീടടക്കം ആനന്ദിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിന്റെ കാരാഗ്രഹങ്ങൾ, അർദ്ധരാത്രികൾ ചിലരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നുണ്ടെങ്കിൽ, അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത്. ഒരു അന്നരക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞ നീ ചില വേദനകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നിരിക്കാം, ചില വില നീ മുടക്കേണ്ടി വന്നിരിക്കാം, ലോകം നിന്നെ തള്ളി പറഞ്ഞെന്നിരിക്കാം. നിന്നെ കൂടി ഒരു വ്യക്തി കർത്താവിനെ അറിയുവാനിടയായി തീർന്ന പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ എന്ത് തന്നെ നമ്മൾ നേടിയാലും അതിന് തുല്യമാകത്തില്ല. സ്തോത്രം. ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ചിലതുണ്ട് കേട്ടാ. അത് നമുക്ക് ജോലി സ്ഥലത്തായിരിക്കാം,
എവിടെ ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, നിനക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ടായിരിക്കാം. നിനക്ക് ആ റൂമിനകത്ത് എവിടെയെങ്കിലും ചെന്നിരുന്ന് ഒന്നൊരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? സ്തോത്രം. കൂടെ ഉള്ളവരെല്ലാം നിന്നെ തള്ളിക്കളയുന്നുണ്ടായിരിക്കാം. എല്ലാവരും കൂടെ നിനക്കെതിരെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ഒന്ന് സമയത്തെ മാറ്റിവെച്ച് ഒന്ന് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാമോ? അവിടെ ഉള്ളവർ കർത്താവിനെ അറിയുവാനായിട്ടിടയായിത്തീരും. നീ വില കൊടുക്കാൻ തയ്യാറായ, രക്ഷയുടെ അനുഭവത്തിൽ വന്ന വെളിച്ചം കണ്ട ദൈവ പൈതലെ, നീ ചിലയിടങ്ങളിൽ വില കൊടുക്കാൻ തയ്യാറായ. നമ്മൾ സുഖത്തോടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ ചില ഡേഞ്ചർ സിറ്റുവേഷനുകൾ കടന്നു വരുമ്പോ നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിന്നുള്ള വെളിച്ചം ലോകത്തിലേക്ക് പകരുവാൻ എളുപ്പമാ. കാരണം നിന്നെ ശ്രദ്ധിക്കുന്നവർ കാണാം. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിന്റെ ജീവിതത്തിലെ അർദ്ധരാത്രികൾ പ്രാർത്ഥനയുടെ രാത്രിയാക്കി മാറ്റുക. പെട്ടെന്നുള്ള ചില വിടുതലുകൾ നടക്കും. അസാധാരണമായ ചില വിടുതലുകൾ നടക്കുവാനായിട്ടിടയത്തിനും നിന്റെ മേൽ പകരപ്പെട്ട ആ പ്രകാശം ലോകത്തിലേക്ക് പരക്കുവാനായിട്ടിടയത്തിനും അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? മൂടിവെക്കപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് അർദ്ധരാത്രികൾ അത് പുറത്തു വരുന്ന അനുഭവം അത്രേ. നിന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തി, നിന്റെ മേൽ പകരപ്പെട്ട പ്രാർത്ഥനയുടെ ശക്തി, നിന്റെ മേൽ കൈമാറിയ ചില നിയോഗങ്ങൾ വെളിപ്പെടുന്ന ഒരിടമത്രേ അർദ്ധരാത്രികൾ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, പൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. നിന്റെ ജീവിതത്തെ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ കടന്നു വന്ന ചില സാഹചര്യങ്ങളാ നിന്റെ മേൽ പകരപ്പെട്ടത് പുറത്തു വരുന്ന സമയം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കുവാൻ തയ്യാറാക്കുക. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. പറയുക, അപ്പൊ എന്റെ അർദ്ധരാത്രി ഞാൻ ഒത്തിരി പാഴാക്കി കളഞ്ഞു, ഒത്തിരി നിരാശപ്പെടുത്തി കളഞ്ഞു. പക്ഷെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ അർദ്ധരാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതിൽ കൂടി ചിലർ വിടുതൽ പ്രാപിക്കുമെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? നിനക്ക് പ്രാർത്ഥിക്കുവാനുള്ള ശക്തിയെ ദൈവം പകരും. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ശക്തിയെ ദൈവം പകരും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ജനത്തെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അപ്പൊ ഇവരുടെ ജീവിതത്തിനകത്ത് അർദ്ധരാത്രികൾ ഒത്തിരി കടന്നുപോയി കാണുമായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം ഏതെങ്കിലും അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ, ഭയപ്പെടുത്തുന്ന രാത്രികൾ, അവരാകുലപ്പെടുത്തുന്ന രാത്രിയുടെ അനുഭവത്തിലാണ് കടന്നു പോകുന്നതെങ്കിൽ അപ്പായെ അവര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങട്ടെ, അവരാരാധിക്കുവാൻ തുടങ്ങട്ടെ. ഇവരിൽ അർദ്ധരാത്രി ചില കുടുംബങ്ങളുടെ വിടുതലിന്റെ കാരണമായി തീരട്ടെ. ചില കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരട്ടെ. ജനം തിരിച്ചറിയട്ടെ കർത്താവേ, എന്തേ ആർക്കുമില്ലാത്ത കഷ്ടമെന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ മാറ്റി എന്റെ ജീവിതത്തിനകത്ത് ഇത് കടന്നു വന്നത് ഒരു ദൈവ പ്രവർത്തിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ജനം പ്രാർത്ഥനയിലേക്കൊന്ന് കയറട്ടെ, ആരാധനയിലേക്കൊന്ന് കയറട്ടെ, ചങ്ങലകൾ അടിഞ്ഞു മാറട്ടെ കർത്താവേ. കൂടെയുള്ളവർ വിടുവിക്കപ്പെടട്ടെ. ഒറ്റയ്ക്കായിരിക്കാം ചിലപ്പോൾ ഇറങ്ങിയത്, എന്നാൽ ഇവരുടെ പ്രാർത്ഥനകൾ ഭവനത്തിനകത്തുള്ള മറ്റുള്ളവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നതിന് ഈ പകൽക്കാലം കാരണമായി തീരട്ടെ. ഇവരുടെ വെളിച്ചം ലോകം കാണട്ടെ കർത്താവേ. ഇവരെ ഉറപ്പിക്ക്, ബലപ്പെടുത്ത്. അങ്ങോട്ട് സാന്നിധ്യം കൂടെ അവരെ പൊതിയെ കർത്താവിന് മേൽ കിടക്കുന്ന ദൈവീയ നിയോഗങ്ങൾ, അങ്ങ് കൈമാറിയ വെളിച്ചങ്ങൾ പുറത്ത് ജ്വലിക്കുന്ന ടൈമുകളായി മാറട്ടെ കർത്താവെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതിനകത്ത് പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ടിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. അവരുടെ കണ്ണുനീരുകൾ മാറട്ടെ, അവരുടെ വേദനകൾ മാറട്ടെ കർത്താവെ. കർത്താവിൽ ഉറയ്ക്കുന്ന ടൈമുകളാക്കി മാറട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.